ഇപ്പോൾ ഞാൻ മുത്തോലി കഴിഞ്ഞിട്ട് ചേർപ്പങ്കലുള്ള മെഡിസിറ്റിയിലേക്കുള്ള റോഡിലുള്ള പുതിയ പാലത്തിലൂടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വർഷകാലമായതിനാൽ മീനച്ചിലാറ് നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അന്തരീക്ഷം കാർമേഘം കൊണ്ട് മൂടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ആ പുതിയ പാലത്തിൽ നിന്നുള്ള കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ഭംഗിയേറിയ ഒരു പാലമാണ് ഇത് കാണുന്നത്. ഞാനിപ്പോൾ നടക്കുന്ന കാൽനടയാത്രക്കാർക്ക് വേണ്ടി മാത്രമുള്ള പഴയ പാലത്തിൽ കൂടിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങ് വിദൂരതയിൽ കാണുന്നത് BVM ഹോളി ക്രോസ് കോളേജ് ചേർപ്പങ്കിലാണ്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ അഫിലിയേഷൻ ചെയ്തിട്ടുള്ള ഒരു കോളേജാണ് BVM ഹോളി ക്രോസ് കോളേജ്. അതിൻ്റെ വിദൂര ദൃശ്യമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മഴക്കാലത്ത് വളരെ മനോഹരമായൊരു ദൃശ്യമാണ് നമുക്ക് ഈ പാലത്തിന്മേൽ കൂടി നടക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. വളരെ പച്ചപ്പുള്ള അതിമനോഹരമായ തീരപ്രദേശമാണ് ഈ മീനച്ചിലാറിൻ്റെ ഇരുവശങ്ങളിലായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പം കാലവർഷം കടുത്തതിനാൽ ഈ മീനച്ചിലാറ് നിറഞ്ഞ് കവിഞ്ഞ് കുത്തി ഒഴുകുന്ന ഒരു സവിശേഷമായ കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ കിഴക്ക് പടിയോ ഉരുൾപൊട്ടിയലിൻ്റെ ഫലമായിട്ട് മീനച്ചിലാറ് നിറഞ്ഞൊഴുകുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ. ആ സുന്ദരമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ചേർപ്പങ്കൽ പാലം കടന്നാൽ ഉടൻ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ചർച്ചാണ് ചേർപ്പങ്കൽ ചർച്ച് എന്നറിയപ്പെടുന്ന മാർ സ്ലീവ സിറോ മലബാർ ചർച്ച്. വളരെയധികം തീർത്ഥാടകരെ ആകർഷിക്കുന്ന ഒരു ചർച്ചാണ് ഈ മാർ സ്ലീവ സിറോ മലബാർ ചർച്ച്. ചേർപ്പങ്കൽ പാലവും ചേർപ്പങ്കൽ പള്ളിയും കഴിഞ്ഞ് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന മറ്റൊരു സുന്ദരമായ ദൃശ്യമാണ് ഈ കാണുന്ന ജലാശയം. ഈ മഴക്കാലത്തിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെട്ട ഒരു ജലാശയമാണ് ഈ കാണുന്നത്. വളരെ മനോഹരമായൊരു ദൃശ്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. മീനച്ചിലാറ്റിൽ നിന്ന് കയറിയ വെള്ളമാണ് ഈ പ്രദേശത്തൊക്കെ വ്യാപിച്ചു കിടക്കുന്നത്. വെള്ളപ്പൊക്കത്തിൻ്റെ ഫലമായി മീനച്ചിലാറ്റിൽ നിന്ന് കയറിയ വെള്ളമാണ് ഈ റബ്ബർ പ്ലാന്റേഷനിൽ കാണുന്നത്. വളരെ വിസ്തൃതമായ ഏരിയയിൽ ഈ വെള്ളം ഇങ്ങനെ നിറഞ്ഞു നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടുന്നവരെ ഏവർക്കും നന്ദി, നമസ്കാരം.